നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. 2021 പഞ്ചായത്തുകൾ ആർക്കൊപ്പമായിരുന്നു എന്നുള്ള കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വഴിക്കടവിൽ നിന്നും തുടങ്ങാം. നമുക്ക് വഴിക്കടവിൽ 75.50% അന്നത്തെ വോട്ട് ഷെയർ വരുന്നത്. PV അൻവർ LDFിന് വേണ്ടി 13,471 വോട്ട് അന്ന് PV അൻവറിന് വഴിക്കടവിൽ നിന്ന് കിട്ടുന്നു. VV പ്രകാശ് UDFിന് VV പ്രകാശിന് 13,436 വോട്ടും കിട്ടുന്നു. അന്ന് അവിടെ LDFിന് ഭൂരിപക്ഷം 35 വോട്ടുകൾ മാത്രമാണ്. അതിനുശേഷം വഴിക്കടവിൽ നിന്ന് നമ്മൾ മൂത്തേടത്തേക്ക് വന്നാൽ മൂത്തേടത്തേക്ക് വോട്ട് ഷെയർ വരുന്നത് 76.17% ആണ്. അവിടെ PV അൻവർ LDFിന്റെ PV അൻവറിന് 6,851 വോട്ടുകൾ കിട്ടുന്നു. VV പ്രകാശിന് 8,654 വോട്ടുകളാണ് കിട്ടിയത്. അവിടുത്തെ ഭൂരിപക്ഷം 1,803. UDFിനാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടാവുക. നമുക്ക് ഈ രണ്ട് പഞ്ചായത്തുകളും എടുത്ത് ഇതിന്റെ ഒരു വിശകലനം നമുക്ക് പ്രസാദിനോട് ചോദിക്കാം. പ്രസാദ് ഉണ്ട് നമുക്കിപ്പം. പ്രസാദ്, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പഞ്ചായത്തുകൾ നോക്കുന്നു, വഴിക്കടവും മൂത്തേടവും നോക്കുന്നുണ്ട്. ഒരിടത്ത് 23 ഒരിടത്ത് 15 വാർഡുകളുണ്ട്. ഇതിൽ മൂത്തേടത്ത് ഇക്കുറി എങ്ങനെയാവും? കാരണം VV പ്രകാശും PV അൻവറൊക്കെ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് 1,803 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഈ VV പ്രകാശ് ഒരു ഘടകമായി ഇവിടെ വർക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അവസാന വട്ടം ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള സാധ്യതകൾ? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്ത് എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി കേന്ദ്രമാണ്. ഇപ്പോൾ സേതുലക്ഷ്മി തന്നെ അത് വളരെ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു കക്ഷിനില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെയുള്ള 15 വാർഡുകളിൽ 13 UDFിനൊപ്പം നിൽക്കുന്നതാണ്. 13-ൽ കോൺഗ്രസ് 8-ഉം ലീഗ് 5-ഉമാണ്. അവിടെ LDFിന് 2 സീറ്റ് വാർഡുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അത്രയും UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് മൂത്തേടം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ 1,803 വോട്ടുകൾ അവിടെ UDF ലീഡ് ചെയ്തു. മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ അൻവർ നേരിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ UDF കേന്ദ്രങ്ങളിൽ പോലും ചെറിയ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്താണ് വലിയ ഒരു ലീഡ് ഈ മൂത്തേടത്ത് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന VV പ്രകാശിന് അന്ന് ലഭിക്കുന്നത്. പക്ഷേ വഴിക്കടവിലേക്ക് വരികയാണെങ്കിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു വലിയ തോതിലുള്ള വോട്ട്. 35 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഈ പറയുന്നത് പോലെ കൂടുതൽ 13 ആകെയുള്ള 23-ൽ 13-ഉം UDFിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. പ്രതീക്ഷ വെക്കുന്നത് UDFിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മൂത്തേടത്തുനിന്നും വഴിക്കടവെന്നും. വഴിക്കടവ് കഴിഞ്ഞ തവണ 35 വോട്ട് LDFിന് ലീഡായിരുന്നു. പക്ഷേ അവിടെ UDF ലീഡിലേക്ക് വരും എന്നുള്ളതാണ് UDFിൻ്റെ ഒരു വലിയ പ്രതീക്ഷ. കാരണം UDFിന് അത്രയേറെ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് മൂത്തേടത്ത് കഴിഞ്ഞ തവണത്തിൽ. പക്ഷേ മൂത്തേടത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ VV പ്രകാശനൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി സ്വാധീനമുള്ള ഒരു മേഖലയാണ് പാർട്ടി എന്നതിൻ്റെ അപ്പുറത്തേക്ക്. പക്ഷേ അത്രയും വോട്ട് ഇവർ UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ലീഡ് അവിടെ മൂത്തേടത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം കോൺഗ്രസിനകത്തുള്ള VV പ്രകാശിൻ്റെ അന്നത്തെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ എതിർപ്പുകളും വിയോജിപ്പുകളും വിമർശനങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മൂത്തേടം പഞ്ചായത്ത്. അപ്പോൾ അത് UDF വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും വഴിക്കടവിൽ കഴിഞ്ഞ തവണ LDF ആണ് ലീഡ് ചെയ്തെങ്കിൽ ഇത്തവണ അത് UDFിലേക്ക് ലീഡ് വരുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ രണ്ട് പഞ്ചായത്തുകളും UDFിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ LDFിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ LDFിന് ലീഡ് വന്നത് PV അൻവറിൻ്റെ. കാരണം PV അൻവറിന് കോൺഗ്രസിനകത്ത് കൂടിയുള്ള UDF വോട്ടുകളിൽ കൂടിയുള്ള ഒരു സ്വാധീനം, അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ഒരു വോട്ട് ലഭിച്ചത് എന്നതാണ് പറയുന്നത്. പക്ഷേ PV അൻവർ മത്സരിച്ച സമയത്ത് തന്നെ മൂത്തേടത്ത് അവിടെ UDFിന് വലിയ ലീഡ് വന്നിട്ടുണ്ട്. 1,803 വോട്ടുകളുടെ ലീഡ് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ വോട്ട് LDFിൻ്റെ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ട് അവിടെ നിന്ന് ലഭിക്കുകയും കൂടുതൽ വോട്ട് VV പ്രകാശിൻ്റെ അന്നത്തെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ഇലക്ഷൻ കഴിഞ്ഞ ദിവസമാണ് M സ്വരാജ് അവിടെ VV പ്രകാശിൻ്റെ വീട് സന്ദർശിക്കുകയും അങ്ങനെയുള്ള ചർച്ചകൾ ആ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ അടിയൊഴുക്കുകൾ കൂടി ഉണ്ടാകുമെന്നാണ് LDFിൻ്റെ ഒരു പ്രതീക്ഷ. യെസ് പ്രസാദ്, വഴിക്കടവിലെയും അതുപോലെ തന്നെ മൂത്തേടത്തെയും പഞ്ചായത്തിലെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് എടക്കരയുടെയും അതുപോലെ തന്നെ പോത്തുകല്ലിൻ്റെയും കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് എടക്കരയിൽ നിന്ന് തുടങ്ങാം. എടക്കരയുടെ കാര്യം വരുമ്പോൾ എടക്കരയിൽ 74.18 അന്ന് ലഭിച്ച വോട്ട് ഷെയർ എന്ന് പറയാം. PV അൻവർ LDFിന് PV അൻവറിന് അന്ന് 7,788 വോട്ടും VV പ്രകാശിന് UDFിന് VV പ്രകാശിന് 7,885 വോട്ടുമാണ് ലഭിച്ചത്.
97 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് UDF-ന് എടക്കരയിൽ ഉണ്ടായത്. ഇനി എടക്കരയിൽ നിന്ന് നമ്മൾ നേരെ പോത്തുകല്ലിലേക്ക് പോവുകയാണ്. പോത്തുകല്ലിലേക്ക് വരുമ്പോൾ 74.94% പെർസെന്റേജ് വരുന്നത്. PV അൻവറിന് 8319 വോട്ടും VV പ്രകാശിന് 7813 വോട്ടുമാണ് ലഭിച്ചത്. അവിടെ LDF-ന് 506 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ രണ്ട് പഞ്ചായത്തുകളുടെയും സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ആസിഫിനോട് ചോദിക്കാം. ആസിഫ് ഉണ്ട് നമുക്കൊപ്പം. ആസിഫ്, എടക്കരയും പോത്തുകല്ലും ഇക്കുറി എങ്ങനെയാവും? ഇപ്പോൾ എടക്കരയിൽ 2021 നേരിയ ഭൂരിപക്ഷമായിരുന്നു UDF-നെങ്കിൽ പോത്തുകല്ല് നിലനിർത്തിയേ മതിയാവുകയുള്ളൂ LDF-ന്. എടക്കരയിൽ ഏതെങ്കിലും ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അവസാന നിമിഷത്തെ കൂട്ടിക്കിഴിക്കലുകൾ? സേതു, തീർച്ചയായും ഈ രണ്ടിടങ്ങളും അട്ടിമറിക്ക് സാധ്യതയുണ്ട് ഉള്ള മണ്ഡലങ്ങളാണ്, പഞ്ചായത്തുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവർ ഫാക്ടർ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള പഞ്ചായത്തുകൾ കൂടിയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം പോത്തുകല്ല് എം സ്വരാജിൻ്റെ ജന്മനാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും LDF-ന് അവിടെ നിന്ന് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അവിടെയാണ് നമുക്കറിയാം വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുകയും വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുകയും ചെയ്ത ജനങ്ങളുള്ളത്. അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നത് ഈ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ആരെത്തിയില്ല എന്നുള്ള ചർച്ചകളൊക്കെ നടന്ന ഒരു സ്ഥലവും കൂടിയാണ് എന്ന് നമുക്ക് അറിയാം പോത്തുകല്ല്. പക്ഷേ പോത്തുകല്ല് LDF-നെ സംബന്ധിച്ചോളം പഞ്ചായത്ത് തലത്തിലെടുക്കുകയാണെങ്കിൽ അവർക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. കാരണം ഭരണം LDF-നാണ്. പക്ഷേ UDF ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മലയോര ക്രൈസ്തവർക്കിടയിലടക്കം സ്വാധീനമുള്ള കക്ഷികൾ LDF-ൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു മേഖലയിൽ LDF-നുണ്ട്. അങ്ങനെ ഇത്തവണയും തങ്ങളോടൊപ്പം തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പോത്തുകല്ല്. അപ്പോഴും അവിടെ അൻവർ ഫാക്ടർ കുറച്ച് വോട്ടുകളെങ്കിലും ഭിന്നിപ്പിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷം പോത്തുകല്ലിൽ നഷ്ടപ്പെടാനോ അങ്ങനെ ആ ഒരു പഞ്ചായത്തിൽ UDF-ന് മേൽക്കൈ നേടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലും LDF-ൻ്റെ ക്യാമ്പുണ്ട്. അതുകൊണ്ട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം ഇത് മുന്നിൽ കണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പോത്തുകല്ലിൻ്റെ അവസ്ഥ. പോത്തുകല്ലിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു കക്ഷിയിലേക്ക് സേതു നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. എടക്കരയിലേക്ക് വന്നാൽ എടക്കര UDF-ന് മേൽക്കൈ ഉള്ള ഒരു മണ്ഡല പഞ്ചായത്താണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയും എടക്കരയിൽ ചെറുതെങ്കിലും UDF-ന് ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എടക്കര പഞ്ചായത്തിൻ്റെ കണക്കെടുത്താൽ 2000 മുതൽ UDF-ൻ്റെ ഒപ്പം നിൽക്കുന്ന പഞ്ചായത്താണ് ഇടക്കര എന്നുള്ള ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടക്കരയിൽ തങ്ങൾക്ക് ഇടർച്ച പറ്റില്ല എന്നും ഇടക്കരയിലും അൻവർ ഫാക്ടർ വർക്ക് ചെയ്ത് അങ്ങനെ LDF-ൻ്റെ വോട്ട് ഷെയർ ഇടക്കരയിൽ അൻവറിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായും UDF കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇടക്കരയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചെറിയ ഭൂരിപക്ഷം മറികടന്ന് ഇടക്കരയിൽ മെച്ചപ്പെട്ട ലീഡ് നേടാൻ കഴിയുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് UDF. ഇടക്കര ഭാഗത്തു നിന്ന് അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് LDF-ൻ്റെ വോട്ടുകളായിരിക്കും. തങ്ങൾക്ക് കാര്യമായ തട്ട് കിട്ടില്ല എന്നുള്ള തികഞ്ഞ പ്രതീക്ഷ എന്തായാലും UDF-ൻ്റെ ക്യാമ്പിനുണ്ട്. അങ്ങനെ ഈ രണ്ട് പഞ്ചായത്തുകളിലും ഇരു മുന്നണികളും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇടക്കരയിലാണ് UDF കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്, പോത്തുകല്ലിൽ LDF കൂടുതൽ പ്രതീക്ഷ വെക്കുന്നു. എന്തായാലും അൻവർ ഈ ഒരു മേഖലയിൽ പിടിക്കുന്ന വോട്ടുകൾ അത് നിർണായകമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ ആസിഫ്, ക്ലിയർ ആണ്. ഇതിൽ അൻവർ ഒരു ഫാക്ടർ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആസിഫിന്റെ സംശയം. ആസിഫ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും എടക്കരയിലെയും പോത്തുകല്ലിലെയും കാര്യങ്ങളാണ് ഇപ്പോൾ ആസിഫ് വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് ചുങ്കത്തറയുടെയും അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലെയും നിലവിലെ സാഹചര്യമാണ്. ചുങ്കത്തറയിലേക്ക് നേരെ പോകുന്നു. ചുങ്കത്തറയിലേക്ക് വന്നാൽ 75.05% അവിടുത്തെ പെർസെന്റേജ് പറയുന്നത്. PV അൻവർ 10,669 വോട്ടാണ് 2021 ചുങ്കത്തറയിൽ നിന്ന് നേടിയത്. VV പ്രകാശിലേക്ക് വരുമ്പോൾ 10,969 300 വോട്ടാണ് അവിടുത്തെ UDF-ന്റെ ലീഡ് എന്ന് പറയുന്നത്, ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ നഗരസഭയിലേക്ക് വരാം. നിലമ്പൂർ നഗരസഭയിലേക്ക് വന്നാൽ PV അൻവർ, LDF-ന്റെ PV അൻവർ 13,564 വോട്ട് നേടുന്നു. VV പ്രകാശ് 12,051 വോട്ടും നേടുന്നുണ്ട്. ഇവിടുത്തെ ഭൂരിപക്ഷം 1513 LDF-ആണ് നഗരസഭ നിലവിൽ ഭരിക്കുന്നത്. നമുക്ക് ശാന്തകുമാർ വെള്ളാലത്തോട് ചോദിക്കാം, നിലവിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത്. ശാന്തൻ, ഈ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം അവിശ്വാസങ്ങളൊക്കെ കണ്ട വളരെ അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് ഈ ചുങ്കത്തറ. നിലമ്പൂർ നഗരസഭ ഇടത് മുന്നണിക്കൊപ്പമാണ്. എങ്ങനെയാവും ഇക്കുറി ചുങ്കത്തറയും നഗരസഭയും ചിന്തിക്കുക? അൻവർ എഫക്റ്റ് നഗരസഭയിൽ ഉണ്ടാകുമോ ശാന്തൻ?
തീർച്ചയായും നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചോളം നിലമ്പൂർ നഗരസഭയിൽ 2021 1513 വോട്ടിന്റെ ലീഡ് LDF നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് LDF സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അവരുടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഒപ്പം തന്നെ UDF നിലമ്പൂരുകാരനായ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ആയിരിക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് എതിർ സ്ഥാനാർത്ഥിയാണ് LDF സംബന്ധിച്ചോളം. അപ്പോൾ വലിയ സ്വാധീനം ആര്യാടൻ ഷൗക്കത്തിനും നിലമ്പൂർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിലമ്പൂർ നഗരസഭയിലുണ്ട്. അവയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDFും ആ മുന്നേറ്റത്തെ തടയിടാൻ UDFും കിണഞ്ഞു ശ്രമിക്കും. ഒരു ബലാബലം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് നഗരസഭയാണ് നിലമ്പൂർ നഗരസഭ. ആ നിലമ്പൂർ നഗരസഭയിൽ LDFനും അതുപോലെ തന്നെ UDFനും നിർണായകവുമാണ്. കാരണം LDFന്റെ കണക്കുകൂട്ടലിൽ അവരുടെ പ്രധാനപ്പെട്ട വോട്ട് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നഗരസഭയാണ് നിലമ്പൂർ നഗരസഭ. അതിനുള്ള ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും നടക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഇപ്പോഴും ഉള്ളത്. പക്ഷേ UDFും അവയെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് ആ വോട്ട് ആര്യാടൻ ഷൗക്കത്തിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട 2021 നഷ്ടപ്പെട്ട വോട്ട് പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ചുങ്കത്തറയിലേക്ക് പോവുകയാണെങ്കിൽ ചുങ്കത്തറ വളരെ പ്രധാനപ്പെട്ട വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്ന ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിന്റെ സ്വാധീനമായിരുന്നു. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റിൽ 10 സീറ്റുകൾ വീതം ഇരു മുന്നണികളും LDFും UDFും നേടി. സമാസമമായി നറുക്കെടുപ്പിലൂടെ അവിടെ UDF ആദ്യം അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന UDFനെ 6 മാസത്തിന് ശേഷം PV അൻവറിന്റെ സ്വാധീനത്തിൽ ഒരു ലീഗ് അംഗത്തെ അവിടെ നിന്ന് കൂറുമാറ്റി അവർ LDFനെ ഒപ്പം ചേരുന്നു. അങ്ങനെ LDFന് ആ ഭരണം നേടിയെടുക്കാൻ കഴിയുന്നു. പിന്നീട് അവിടെ LDFന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തുടർന്ന് PV അൻവർ പാർട്ടി മാറി LDFുമായി പിണങ്ങിപ്പിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് UDFനെ സഹായിക്കാൻ എന്നുള്ള രീതിയിലെത്തിയപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിന്റെ ആ ഭരണം തിരിച്ച് അവിടുത്തെ CPMന്റെ സ്വതന്ത്ര അംഗത്തെ കൂറുമാറ്റി PV അൻവറിന്റെ നേതൃത്വത്തിൽ തന്നെ കൂറുമാറ്റി ആ ഭരണം UDFനെ തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ചുങ്കത്തറയിലുണ്ടാകുന്നത്. ഏകദേശം 2 മാസം മുമ്പാണ് ആ അവിശ്വാസ പ്രമേയവും ആ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ മനസ്സിലാക്കുന്നത് PV അൻവറിന് ചുങ്കത്തറ പഞ്ചായത്തിൽ വലിയ സ്വാധീനമുണ്ട്. അത് PV അൻവറിന് വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് ചുങ്കത്തറ പഞ്ചായത്ത്. അവിടെ നിന്ന് LDFും UDFും സമാസമമായി അവരുടെ പ്രവർത്തനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ PV അൻവറിന്റെ സ്വാധീനം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവറിന് വലിയ ശാന്തകുമാർ, അപ്പോൾ ചുങ്കത്തറയിലെയും നിലമ്പൂർ നഗരസഭയിലെയും സാഹചര്യങ്ങൾ ഇക്കുറി എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം പറയുകയായിരുന്നു നമ്മുടെ ശാന്തകുമാർ വള്ളാലത്ത്. പ്രിയപ്പെട്ടവർ, ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കരുളായിലെയും ഒപ്പം അമരമ്പലത്തിലെയും സാഹചര്യങ്ങളാണ്. ആദ്യം കരുളായിലേക്ക് പോകാം. കരുളായിലേക്ക് വരികയാണെങ്കിൽ 77.16% വോട്ട്. ഈ PV അൻവറിന് 2021 7605 വോട്ടുകളാണ് നേടാനായത്. VV പ്രകാശ്, UDFിലെ VV പ്രകാശിന് 6159. ഭൂരിപക്ഷം LDFിനാണ് 1446 വോട്ടിന്റെ. ഇനി ഇവിടെ നിന്നും കരുളായിൽ നിന്നും നമുക്ക് നേരെ അമരമ്പലത്തിലേക്ക് വന്നാൽ അമരമ്പലത്ത് 77.07% PV അൻവർ, LDFിന്റെ PV അൻവറിന് 11,238 വോട്ട്. VV പ്രകാശിന് അവിടെ 9,746 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. അവിടുത്തെ ഭൂരിപക്ഷം 1492 ഇടത് മുന്നണിക്ക്. നമുക്ക് ബെൻസനോട് ചോദിക്കാം ഇതുമായി ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് എന്ന്. ബെൻസൻ, ഈ കരുളായിയൊക്കെ നേരിയ വ്യത്യാസമാണ്. ഇടത് വലത് മുന്നണികൾ ഏതാണ്ട് ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കരുളായി. പക്ഷേ അമരമ്പലം എന്ന് പറയുന്നത് LDFിന്റെ ഒരു കോട്ട തന്നെയാണെന്ന് പറയാം. ഇക്കുറി എങ്ങനെയാവും? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അമരമ്പലം കരുളായി പഞ്ചായത്തുകൾ. അതിൽ അമരമ്പലം LDFിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാം. അവിടെ വലിയ മുന്നേറ്റം സ്വരാജിന് ഉണ്ടാക്കാൻ സാധിക്കും, LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് LDF ക്യാമ്പുള്ളത്. ഈ അമരമ്പലം കരുളായി പഞ്ചായത്തുകളുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്ത 2 പഞ്ചായത്തുകളാണ്. 77% വോട്ട് ഈ 2 പഞ്ചായത്തുകളിലും പോൾ ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ 2 പഞ്ചായത്തുകളിലും അന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറിന് 1400-ലധികം വോട്ടിന്റെ
ഭൂരിപക്ഷം ഈ രണ്ട് പഞ്ചായത്തുകളിലും ഉണ്ടായി. എന്നാൽ ഈ അമരമ്പലം പഞ്ചായത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ അല്ലെങ്കിൽ ഇടത് കോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു മേഖലയാണ്. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ LDF ക്യാമ്പുകൾ കരുതുന്നത്. 19 വാർഡുകളാണ് ആകെയുള്ളത്. അതിൽ 12 വാർഡുകൾ LDF ആണ്, CPM ആണ് ഭരിക്കുന്നത്. ബാക്കി 7 വാർഡുകളിൽ 4 കോൺഗ്രസും 3 ലീഗും ഭരിക്കുന്നു. അങ്ങനെ വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ, അമരമ്പലത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് LDF ക്യാമ്പ് കരുതുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആ മേഖലയിൽ നടത്തിയിട്ടുള്ള പൊതുയോഗങ്ങൾ, ഈ പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുണ്ട് LDF ക്യാമ്പിന്. പക്ഷേ അപ്പോഴും ഈ അൻവർ ഫാക്ടർ അവിടെ വർക്കാകുമോ എന്നൊരു സംശയവുമുണ്ട്. എന്നാൽ ഏറെ കാലങ്ങളായി LDF ഭരിച്ചു വരുന്ന പഞ്ചായത്താണ്. അവിടെ നിന്നും വോട്ട് മറിഞ്ഞ് അൻവറിന് പോകില്ല എന്നൊരു പ്രതീക്ഷയും LDF ക്യാമ്പിനുണ്ട്. അതിനാൽ തന്നെ അമരമ്പലം പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്നാൽ കരുളായി എടുത്തു കഴിഞ്ഞാൽ അവിടെ 2000 മുതൽ മാറിയാണ് ഭരണം വരുന്നത്. ഓരോ 5 വർഷക്കാലം കഴിയുമ്പോഴും LDFും UDFും മാറി വരുന്ന ഒരു ബലാബലം ശക്തിയുള്ള ഒരു കേന്ദ്രം തന്നെയാണ് കരുളായി പഞ്ചായത്ത് എന്ന് പറയുന്നത്. 15 വാർഡുകളിൽ 8 വാർഡുകൾ UDFും 7 വാർഡുകൾ LDFുമാണ് ഭരിക്കുന്നത്. അതിൽ LDFന്റെ 7 വാർഡുകളിൽ 5 വാർഡുകൾ CPMും 1 വാർഡ് CPIയും അതിൽ പിന്നീട് വരുന്ന 1 വാർഡ് CPM സ്വതന്ത്രനുമാണ്. അയാൾ നിലവിൽ അൻവറിനോടൊപ്പം നിൽക്കുന്നയാളാണ്. അപ്പോൾ അൻവറിന് കുറച്ച് ശക്തി കേന്ദ്രമുള്ള ഒരു വാർഡ് ഈ മേഖലയിലുണ്ട് എന്ന് തന്നെ പറയാം, കരുളായിയിലുണ്ട് എന്ന് പറയാം. അപ്പോൾ അൻവർ ആ മേഖലയിൽ ഒരു അല്പം വോട്ട് പിടിച്ചാൽ അത് ആരെ ബാധിക്കുമെന്നതിനെ പറ്റി ഒരു സംശയം ആ മേഖലയിൽ നിൽക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 തിരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ ഈ കരുളായിൽ 1400 വോട്ടിന്റെ ഭൂരിപക്ഷം ആ പഞ്ചായത്തിൽ അൻവറിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മേഖലയിൽ ഒരു ഫാക്ടറായി വർക്ക് ചെയ്യുമോ എന്ന സംശയവും അവിടെ കാത്തിരുന്ന് കാണാം. അധികം സമയമില്ല. ഇനി എങ്ങനെയാകും നിലമ്പൂർ വിധി എഴുതുക എന്നുള്ളത്. ഒടുവിൽ ഇപ്പോൾ ബെൻസൺ പറഞ്ഞത് കരുളായിലെയും അതുപോലെ തന്നെ അമരമ്പലത്തിലെയും കാര്യങ്ങൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 2021 വെച്ച് നോക്കുമ്പോൾ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ട് ഷെയറും കാര്യങ്ങളും ഒക്കെ ഇത്തവണ എങ്ങനെയൊക്കെ ആകും ഈ സ്ഥലങ്ങളൊക്കെ ചിന്തിക്കുക എന്നുള്ള ഒരു നിലവിലെ ഒരു 21 ദിവസത്തെ പ്രചരണം വെച്ചുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ആ വിവരങ്ങളൊക്കെ. ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് നിലമ്പൂർ. നാളെ വിധി എഴുതാൻ പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാകും നിലമ്പൂറുകാർ നിലമ്പൂരിനെ വിധി എഴുതുക, ഒരു ജനപ്രതിനിധി ആരാകും നിലമ്പൂരിന് ഉണ്ടാവുക എന്നുള്ളത്.